നമുക്ക് കൽപ്പാത്തി പോവാം. നമ്മൾ ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊടുക്കുക. എല്ലാവരും നല്ല ലുക്കായിട്ട് ഞാൻ കാണിച്ചത്. നമ്മൾ 5 പേരാണ് പോയത്. ഞാനും എൻ്റെ റൂംമേറ്റ്സും പിന്നെ അപ്പുറത്തെ റൂമിലെ 2 ആൾക്കാരും. എല്ലാവരും എടുത്തത് ധാവണി സാരി ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബസ് വേണ്ടാന്ന് വെച്ച് ഓട്ടോനാണ് ഗൈസ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ ഫുള്ള് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റോഡിലാണ് ഫുൾ കാര്യങ്ങളുള്ളത്. ഈ റോഡ് അങ്ങോട്ട് നടന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിലെത്താൻ. പോകുന്ന വഴിക്കൊരു വിഷറിയൊക്കെ കിട്ടി. പരസ്യമായിരുന്നു, നല്ല പരസ്യം. ഉപകാരമുള്ള സാധനമായതുകൊണ്ട് ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ അവിടെ എത്തിയപാട് തേര് വരുന്നതാണ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് ഒരു ചെറിയ തേരായിരുന്നു. ആൾക്കാരാണ് വിളിച്ചത്. അങ്ങനെ അത് അടുത്തെത്തിയപ്പോഴത്തേനും തിരക്ക് കൂടിയോണ്ട് ഞങ്ങൾ വേഗം അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി. കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ ഉള്ളിൽ കുറേ അമ്പലങ്ങളുണ്ട് ഗൈസ്. അതിൽ ഒരു അമ്പലത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത്. തൊഴാൻ നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് തൊഴുതു. പുറത്തുനിന്ന് തന്നെ വ്യക്തമായിട്ട് വിഗ്രഹം കാണുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന് അല്ലാണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ വന്നിട്ടുണ്ടെങ്കിലും 3 വർഷം കൽപ്പാത്തിക്ക് വന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലെങ്കിലും എത്താൻ പറ്റിയത്. അത് കഴിഞ്ഞ് തൊഴുത് കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ടു. എന്നിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി. പുറത്ത് നല്ല തിരക്കായിരുന്നു തേര് വരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു കടയുടെ അകത്ത് കയറി. അവിടെ മറ്റേ 20 രൂപയ്ക്ക് എന്തും കിട്ടുമെന്ന് പറഞ്ഞ പോലത്തെ കടയായിരുന്നു. കുറേ കമ്മലും വളയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പഴയകാല മിഠായികളൊക്കെ വാങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് അതിലും വലിയ തിരക്കായിരുന്നു. ആന ഉന്തിയിട്ട് വരുന്ന വലിയ തേര് വന്നു. അങ്ങനെ അതിൻ്റെ ബാക്കിൽ പെട്ടു ഞങ്ങൾ. ഈ തേര് കൂടാണ്ട് വേറൊരു തേരും കൂടെ പുറകിൽ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചധികം നേരം ഞങ്ങൾ ആ തേരിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ ഞങ്ങൾ 2 തേരിൻ്റെ ഇടയിലെത്തി. ആ വലിയ തേരിൻ്റെ അകത്ത് കുറേ കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തേര് വളവിലെത്തി. ആനയെ കൊണ്ട് വളക്കാൻ പറ്റാഞ്ഞിട്ട് പിന്നെ JCB ഒക്കെ വന്നിട്ടാണ് അത് വളച്ചത്. അങ്ങനെ തേര് വലത്തോട്ടും ഞങ്ങൾ നേരെ നടന്നു. തിരക്കൊക്കെ ഒഴിഞ്ഞു അപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു, ബൂസ്റ്റ്, കുലുക്കി സർബത്തൊക്കെ കുടിച്ചു, കോളിഫ്ലവർ ചില്ലിയൊക്കെ കഴിച്ച് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. അവിടുന്ന് സ്റ്റേഡിയത്തേക്ക് ബസ് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഡിയത്തിലോട്ടുള്ള ബസ്സിൽ. സ്റ്റേഡിയത്തിലെത്തി. പിന്നെ തൃശ്ശൂർ ബസ് കയറി. അങ്ങനെ തിരിച്ച് കോളേജിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.